إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക രഹസ്യവും പരസ്യവും അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ നാം ക്രമീകരിക്കുക നമ്മുടെ ഈ സമൂഹം ഇന്ന് ഏറ്റവും അധികം അധാർമികങ്ങളിൽ അരങ്ങുവാഴുന്ന ഒരു കാലഘട്ടമാണ് ഏത് ഭാഗത്തും തിന്മകളിലേക്ക് നയിക്കുന്ന ക്ഷണിക്കുന്ന കാര്യങ്ങളാണ് നാം കാണുന്നത് ഒരുത്തന്റെ ദീനിനെ തെറ്റിക്കുന്ന ശുഭത്തുകൾക്കും അതുപോലെ തന്നെ അവൻ പാപങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ശഹവത്തുകൾക്കും മധ്യേയാണ് നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട ഒരു മുസ്ലിമിന്റെ മേലെ ചില ബാധ്യതകളുണ്ട് അത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ നിങ്ങൾ മനുഷ്യവംശത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള പ്രത്യേകം നിർണയിച്ചിട്ടുള്ള നിയോഗിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ഒരു സമുദായമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഓരോ മുസ്ലിമിന്റെ മേലെയും ബാധ്യതയായിട്ടുള്ള കാര്യമാണ് അവന്റെ കഴിവിന്റെ അനുസരിച്ച് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും ലക്ഷണമായി കൊണ്ടാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അല്ലാഹു തആല പറഞ്ഞു വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ് സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അവർ പരസ്പരം ഉറ്റമിത്രങ്ങളാണ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ അവർ നന്മ കൽപ്പിക്കുന്നവരും അതുപോലെ തന്നെ തിന്മയെ വിരോധിക്കുന്നവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ അവരുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അത്തായിബൂൻ അല്ലാഹുവിലേക്ക് ധാരാളം പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് അവർ അൽ ആബിദൂൻ അല്ലാഹുവിനെ ധാരാളം ഇബാദത്ത് ചെയ്യുന്നവർ അൽ ഹാമിദൂൻ അല്ലാഹുവിനെ ധാരാളം സ്തുതിക്കുന്നവർ അസ്സാഇഹൂൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യാത്ര ചെയ്യുന്നവർ അർറാകിഊൻ അല്ലാഹുവിനെ റുകൂ ചെയ്യുന്നവർ അസ്സാജിദൂൻ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നവർ അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ അവർ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു ധാരാളം ആയത്തുകളിലൂടെ ഈ ഒരു കാര്യം മുഅ്മിനീങ്ങളുടെ അടയാളമായി ആദ്യത്തെ ലക്ഷണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം സഹോദരങ്ങളെ നാം ചിന്തിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ നാം അതിന് ഏറ്റവും ആവശ്യക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ മേലെയുള്ള കടമയും ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് നോക്കൂ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളിൽ അല്ലാഹു തആല നമ്മെ അറിയിച്ചു യാ ബുനയ്യ അഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ മോനെ നീ നിസ്കാരം നിലനിർത്തുക അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക സഹോദരങ്ങളെ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ മേൽ വ്യക്തിപരമായി നിർബന്ധമായിട്ടുള്ള ഇബാദത്തുകൾ മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് ചില ആളുകൾക്കൊരു ധാരണയുണ്ട് എന്നാൽ അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ മേൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി അയ്യുഹന്നാസ് ഏ ജനങ്ങളെ
ഇന്നകും തഖറഊന ഹാദിഹിൽ ആയ, ഇതാ ഈ ഒരു ആയത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ കിതാബിൽ പാരായണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്തു, യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ضل ഇദാ ഇഹ്തദൈതും. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക. നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ വഴികേടിലായവർ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യില്ല എന്ന് ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിനെ നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയായ രീതിയിലല്ല. ഇതിന്റെ അർത്ഥം വേറൊരാളുടെയും കാര്യത്തിൽ ആ നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ വേണ്ട എന്നല്ല. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നന്നാസ ഇദാ റഅൂ അദ്ദാലിം, ജനങ്ങൾ കാണുകയാണ്, ഒരു അക്രമിയെ കാണുകയാണ്, പാപങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിക്കുന്ന അല്ലെങ്കിൽ ദുൽമ ചെയ്യുന്ന ഒരാളെ കാണുകയാണ്, ഫലം യഖുദു അലാ യദൈഹി, എന്നിട്ട് അവനെ അതിനെ തൊട്ട് തടഞ്ഞിട്ടില്ല എങ്കിൽ ഔശക അയ്യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ആ സമൂഹത്തിലേക്ക് പൊതുവായി ഇറങ്ങാൻ ആയിട്ടുണ്ട്, അടുത്ത് തന്നെ ആയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതേ സഹോദരങ്ങളെ, നാം ചെയ്യേണ്ട കാര്യമാണ്, നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ്, നമ്മുടെ മേലെയുള്ള കടമയാണ്. ഓരോ സത്യവിശ്വാസിയും അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. വ്യക്തിപരമായിട്ടുള്ള ഇബാദത്തുകൾ സമൂഹത്തിന് പൊതുവായി ബാധിക്കുന്ന ശിക്ഷയെ തടയുകയില്ല. പൊതുവായി ബാധിക്കുന്ന ശിക്ഷ തടയണമെങ്കിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറണം. അതിന് ഏറ്റവും നല്ലൊരു ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഹദീസിൽ കാണാം, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ് വൽ വാഖി ഫീഹാ, അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ഉപമയും അതൊന്നും ചെയ്യാതെ പാഴാക്കി കളയുന്നവരുടെ പാപങ്ങളിൽ മുഴുകുന്നവരുടെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമസലി ഖൗമിൻ, ഒരു കൂട്ടൻ ആളുകൾ, ഇസ്തഹമു അലാ സഫീനത്തിൻ, അവരൊരു കപ്പലിൽ യാത്ര ചെയ്യാൻ വേണ്ടി അവർ നെറുക്കെടുത്തു. കപ്പലിൽ 2 തട്ടുകളുണ്ട്, അതിൽ മുകളിൽ ആരാണ് താഴെ ആരാണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടി അവർ നെറുക്കെടുത്തു. ഫഅസാബ ബഅദുഹും അലാഹാ വബഅദുഹും അസ്ഫലഹാ, അങ്ങനെ ചില ആളുകൾ മേലത്തെ തട്ടിലും ചില ആളുകൾ താഴത്തെ തട്ടിലുമായി. ഫകാന അല്ലദീന ഫി അസ്ഫലിഹാ ഇദ ഇസ്തഖൗ മിനൽ മാ, താഴെയുള്ള ആളുകൾക്ക് വെള്ളം ആവശ്യം വന്നാൽ മർറു അലാ മൻ ഫൗഖഹും, മുകളിലുള്ള ആളുകളുടെ തട്ടിലേക്ക് പോയിട്ട് വേണം, അവിടെയാണ് വെള്ളമുണ്ടായിരുന്നത്, ആ വെള്ളം എടുക്കാൻ വേണ്ടി. ഫഖാലു, അങ്ങനെ കുറച്ചായപ്പോൾ താഴെയുള്ള ആളുകൾ പരസ്പരം പറഞ്ഞു, ലൗ അന്ന ഖറഖനാ ഫീ നസീബിനാ ഖർഖൻ, നമ്മുടെ ഈ താഴ്ഭാഗത്ത് കപ്പലിൽ നമ്മൾ ഒരു ഓട്ടയുണ്ടാക്കുകയാണ് എങ്കിൽ വലം നുഅ്ദി മൻ ഫൗഖഹ, നമ്മുടെ മുകളിലുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ, നമുക്ക് ഈ കപ്പലിന്റെ ആ ഓട്ടയിലൂടെ വെള്ളം താഴത്തുനിന്ന് ലഭിക്കുമല്ലോ എന്നവർ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫൈൻ യത്റുകൂഹും വമാ അറാദു ഹലകു ജമീഅ, ആ താഴെയുള്ളവർ തീരുമാനിച്ചതിലേക്ക് അവരത് ചെയ്തോട്ടെ എന്ന് മുകളിലുള്ളവർ വിചാരിക്കുകയാണെങ്കിൽ തീരുമാനിക്കുകയാണെങ്കിൽ അവർ മൊത്തമായി നശിക്കുമായിരുന്നു. വൈൻ അഖദു അലാ ഐദീഹിം നജൗ വനജൗ ജമീഅ, എന്നാൽ മുകളിലുള്ളവർ അവരെ തടയുകയാണെങ്കിലോ അവരും രക്ഷപ്പെടും, മുകളിലുള്ളവരും രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതെ, സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ അതിൽ ഞാൻ പോകുന്നില്ലല്ലോ, അതെന്നെ ബാധിക്കുന്നില്ലല്ലോ, ഞാൻ അതിൽ ഇടപെടേണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇല്ല, അതുകൊണ്ടുണ്ടാകുന്ന നാശം അവരെ മാത്രമല്ല മൊത്തം സമൂഹത്തെയാണ് ബാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുന്നിടത്ത് തിന്മ വിരോധിക്കുന്നിടത്ത് നാം ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. നോക്കൂ, ബനൂ ഇസ്രായേലുകളിൽ അവരിൽ ആദ്യത്തെ ന്യൂനത കടന്നുകൂടിയതും അതുപോലെ തന്നെ അവരുടെ നാശത്തിന് കാരണമായ ഒരു കാര്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ ദഖല അൻ-നഖ്സു അലാ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകളിലേക്ക് ആദ്യമായി ന്യൂനത കയറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാന റജുലു യൽഖർ റജുൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണും, ആ മറ്റൊരു വ്യക്തി പാപം ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനുമായിരിക്കും. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഫയഖൂൽ, മറ്റേ വ്യക്തി പറയും, യാ ഹാദാ, ഏ മനുഷ്യ, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വദഅ മാ തസ്നഅ, നീ ചെയ്യുന്ന കാര്യം നീ ഒഴിവാക്കുക, ഫഇന്നഹു ലാ യഹില്ലു ലക്, അത് നിനക്ക് ഹലാലായിട്ടുള്ള കാര്യമല്ല, അത് നീ ഒഴിവാക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു. ഒരു ദിവസം അങ്ങനെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ثم يلقاه من الغد, പിന്നെ പിറ്റേ ദിവസവും ഈ വ്യക്തി ആ പാപത്തിലായിക്കൊണ്ട് ആ തിന്മയിലായിക്കൊണ്ട് ഈ വ്യക്തി കാണുമ്പോൾ, വരുന്ന വ്യക്തി കാണുമ്പോൾ ഫലാ യംനഉഹു, അവനെ തടയില്ല, ആ പാപം ചെയ്യുന്നവനെ തടയില്ല. ذلك ان يكون اكيله وشريبه وقعيده, മാത്രമല്ല അവനോടൊപ്പം ഇരുന്ന്, ആ പാപം ചെയ്തവനോടൊപ്പം ഇരുന്ന് തിന്നുകയും കുടിക്കുകയും അവന്റെ ഒപ്പം ഇരിക്കുകയും ചെയ്യും. فلما فعلوا ذلك, അങ്ങനെ അവർ ചെയ്തപ്പോൾ ضربallahu قلوب بعضهم ببعض, അല്ലാഹു സുബ്ഹാനഹു വ തആല ضربallahu قلوب بعضهم ببعض, ആ പാപം ചെയ്തവരുടെ പാപം കാരണത്താൽ
ആ പാപം ചെയ്യാതെ നന്മ കൽപ്പിക്കാതെ തിന്മ വിരോധിക്കാതിരുന്ന ആളുകളുടെ കൽബിൽ പോലും ഇരുട്ട് കയറുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മുടെ ബാധ്യതയാണ്. ഇത്രയും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയാണ് സൂറത്തുൽ മാഇദയിലെ ആയത്തുകൾ. ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ് വ ഈസ ഇബ്നു മറിയം. അതാ ബനൂ ഇസ്രായേലിൽപ്പെട്ട നിഷേധികളെ ഈസാ നബി അലൈഹിസ്സലാമിന്റെയും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെയും നാവിലൂടെ ശപിക്കപ്പെട്ടിരിക്കുന്നു. ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ. അവർ അല്ലാഹുവിനെ ധിക്കരിച്ചതിനാലും പരിധി ലംഘിച്ചതിലുമാണത്. എന്നിട്ട് പറഞ്ഞു കാനൂ ലാ യതനാഹൗന അൻ മുൻകർ ഫഅലൂ ലബിഅസ മാ കാനൂ യഫ്അലൂൻ. അവർ പരസ്പരം ചെയ്തിരുന്ന ഉണ്ടായിരുന്ന ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന തിന്മകളെ അവർ എതിർക്കുമായിരുന്നില്ല, അവർ വിരോധിക്കുമായിരുന്നില്ല. അത് കാരണത്താലാണ് ശാപത്തിന് അവർ കാരണക്കാരായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ മക്കളും ഞാനും എന്റെ ഇബാദത്തും എന്ന് മാത്രമായി പോകേണ്ട ആളുകളല്ല ഓരോ സത്യവിശ്വാസിയും. അവരുടെ മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള, അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതൊരുത്തന്റെ അറിവ് കൊണ്ടാണെങ്കിൽ അങ്ങനെ, അവന്റെ ആരോഗ്യം കൊണ്ടാണെങ്കിൽ അങ്ങനെ, അവന്റെ മറ്റു വല്ല കഴിവ് കൊണ്ടാണെങ്കിൽ അങ്ങനെ, അവന്റെ സമ്പത്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ, നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമായിട്ട് നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അല്ലാഹുവാണ്, അവനാണ് സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വതൻഹൗന്ന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെ വേണം. അവല യൂശികന്ന അല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അതല്ല എങ്കിൽ നിങ്ങളിലേക്കതാ അല്ലാഹുവിന്റെ ശിക്ഷ അടുത്ത് തന്നെ വരുന്നതാണ്. സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും, പിന്നെ നിങ്ങൾ അവനോട് ദുആ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന അതിനുവേണ്ടി ജീവിതത്തിന്റെ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അതിനേക്കാൾ ഉപരി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്തുമാണ്. അതിന് പരിശ്രമിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദുല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, പലപ്പോഴും നന്മ കൽപ്പിക്കുന്നവരോടും തിന്മ വിരോധിക്കുന്നവരോടും അല്ലെങ്കിൽ ജനങ്ങളെ ഉപദേശിക്കുന്നവരോട്, പാപങ്ങളിൽ മുഴുകുന്ന അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുന്ന ആളുകളെ ഉപദേശിക്കുന്ന ആളുകളോട് മറ്റു ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ആ നശിക്കുന്ന ആളുകളെ ഉപദേശിക്കുന്നത്? എന്തിനാണ് അവരോട് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ പറയുന്നത്? എന്താണ് അതിനുള്ള മറുപടി? എന്തിനാണ് നമ്മൾ നന്മ കൽപ്പിക്കുന്നത്? എന്തിനാണ് നമ്മൾ തിന്മ വിരോധിക്കുന്നത്? അതിനുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, വൈദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഅദൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ. ഈ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകളോട്, ജനങ്ങളെ ഉപദേശിക്കുന്ന ആളുകളോട് മറ്റു ചിലർ ചോദിച്ചു, എന്തിനാണ് അള്ളാഹു ശക്തമായി ശിക്ഷിക്കാൻ പോകുന്ന, നശിപ്പിക്കാൻ പോകുന്ന ഒരു കൂട്ടരെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത്? എന്തിനാണ് അവരോട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്? അപ്പോൾ ആ നന്മ കൽപ്പിക്കുന്ന ആളുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് ഒരു ഉദ്ർ പറയാനാണ്. സമൂഹത്തിൽ കണ്ട തിന്മയ്ക്കെതിരെ, സമൂഹത്തിൽ കണ്ട ഈ ദുൽമിനെതിരെ ഞാനൊന്നും പറയാതിരുന്നിട്ടില്ല റബ്ബേ എന്നൊരു ഉദ്ർ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. വലഅല്ലഹും യത്തഖൂൻ, ചിലപ്പോൾ ഇത് കേട്ട് അവർ നന്നായാലോ, അവർ തഖ്വയുള്ളവരായാലോ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായാലോ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാരണം സഹോദരങ്ങളെ, നാം ഈ സമൂഹത്തിൽ ജീവിച്ചിട്ട്, ഈ ഹക്ക് ബോധ്യപ്പെട്ടിട്ട്, ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ട് ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കാതിരിക്കുന്ന ആളുകളായി മാറാതെ, ഞാനിതാ എന്റെ കഴിവനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഉദ്ർ ബോധിപ്പിക്കാനാണ്. അങ്ങനെയുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം സമൂഹത്തെ സംസ്കരിക്കുന്ന, പരിഷ്കരിക്കുന്ന, ഇസ്ലാഹ് നടത്തുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം അല്ലാഹു തആല ഒരു സമൂഹത്തെ നശിപ്പിക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ.
ഒരു ഖൗമിനെ, ഒരു നാടിനെ അള്ളാഹു നശിപ്പിക്കുകയില്ല. അതിൽ നന്മ വരുത്തുന്ന ഇസ്ലാഹ് നടത്തുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം നഫ്സിനെ പരിശീലിപ്പിക്കുന്നത് പോലെ തന്നെ, നമ്മുടെ സ്വന്തം വ്യക്തിപരമായ നിർബന്ധമായ ഇബാദത്തുകൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മേലെ ബാധ്യതയായിട്ടുള്ള, നാം സമയം ചെലവഴിക്കേണ്ട, നാം ആരോഗ്യം ചെലവഴിക്കേണ്ട, നാം നമ്മുടെ സമ്പത്ത് ചെലവഴിക്കേണ്ട, നാം നമ്മുടെ അറിവ് ചെലവഴിക്കേണ്ട, നാം നമ്മുടെ കഴിവ് ചെലവഴിക്കേണ്ട ഒരു കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്രത്തോളമാണ് അതിൽ നമ്മൾ സമയം കണ്ടെത്തുന്നത് എന്ന് പരിശോധിക്കുക, അതിൽ മുന്നേറുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാകുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഏറ്റവും വലിയ ജിഹാദാണത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.